എനിക്കെൻ്റെ കൂട്ടുകാരി 2-3 താമരയുടെ ട്യൂബർ തന്നു. അപ്പോൾ അത് നടുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇച്ചിരിയുള്ള വീഡിയോ ആണ്, എല്ലാവരും കണ്ട് ലൈക്കും കമൻറ്റും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തെന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. താമരയുടെ 3 ട്യൂബർ എനിക്ക് തന്നിട്ടുണ്ട്. ഇത് തന്നത് ഒരു പന്തയം വെച്ചിട്ട് ഞാൻ ജയിച്ചതിനകത്ത്. ഞാനല്ല ജയിച്ചത്, നമ്മുടെ ഇലക്ഷൻ സമയത്ത് ഞാൻ എൻ്റെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു കേട്ടോ, സുരേഷ് ഗോപി സാറ് ജയിക്കുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ താമര നടുവെന്ന്. അപ്പോൾ ഇത് കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരി പറഞ്ഞാണ് ഞാൻ സ്പോൺസർ ചെയ്ത് ജയിക്കുകയാണെങ്കിൽ ഒരു താമരയുടെ ട്യൂബർ എൻ്റെ വക സ്പോൺസർ എന്ന് പറഞ്ഞു. അപ്പോൾ ജയിച്ചപ്പോഴത്തേക്ക് എനിക്ക് 3 ട്യൂബർ തന്നു കേട്ടോ അവൾ. അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയ ട്യൂബറാണ്. അപ്പോൾ ഞാൻ ബേസൻ വാങ്ങിക്കാൻ വേണ്ടി മോനെ പറഞ്ഞയച്ചിട്ടുണ്ട്. കടയിൽ തന്നെ ബേസനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൻ വരുന്നത് വരെ എനിക്ക് കാത്തിരിക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിലെ ഒരു പഴയ ബേസൻ എടുത്തുകൊണ്ട് വന്ന് അതിനകത്ത് എന്നിട്ട് മണ്ണില്ലല്ലോ, പാടത്തിലെ മണ്ണ് വേണ്ടേ. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ, ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ജെഫിൻ എന്നും പറഞ്ഞൊരു മോനുണ്ട്. അപ്പോൾ അവൻ്റെ അടുത്ത് ഞങ്ങൾക്ക് തന്നെ പാടമൊക്കെ ഉണ്ട് കേട്ടോ. നേരത്തെ നെല്ലൊക്കെ ഇടുന്ന പാടമാണ്. ഇപ്പം നെല്ലൊന്നും ഇല്ല, നെല്ല് കൃഷിയൊന്നുമില്ല, വെറുതെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് കുറേ ഒരു ചാക്ക് നിറച്ച് അവൻ ചള്ളമണ്ണ് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ട്യൂബർ ആദ്യമേ ബേസിനകത്ത് എല്ലുപൊടിയും ചാണകപ്പൊടിയും കൂടെ കുറച്ച് മിക്സ് ചെയ്തിട്ട് നിരത്തിയിട്ട്, എന്നിട്ട് നമ്മുടെ ഈ പാടത്തിലെ ചള്ളമണ്ണ് അങ്ങോട്ട് എല്ലായിടത്തും ഇട്ട്. ഭയങ്കര പാടായിരുന്നു കേട്ടോ, കട്ടിയായിട്ടിരിക്കുകയാണ് മണ്ണ്. പിന്നെ കൈ കൊണ്ടാണ് ഞാൻ കുഴച്ച് എല്ലായിടത്ത് റെഡിയാക്കി ഇട്ട്. എന്നിട്ട് ട്യൂബർ ഒരു ചെറുതായിട്ടൊരു വര ഇട്ടിട്ട് അതിനകത്ത് ട്യൂബർ നട്ടിട്ട് നമ്മൾ ട്യൂബർ അനങ്ങാതിരിക്കാൻ വേണ്ടി ഒരു ഇഷ്ടികയല്ല ഓട് കഷ്ണം വെച്ച്, പിന്നെ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ഇത് ചള്ളയും ഈ ട്യൂബർ അനങ്ങാതിരിക്കാൻ വേണ്ടി വേറൊരു ഓട് കഷ്ണം കൂടെ വെച്ച്, എന്നിട്ട് ഈ മണ്ണും ആ ട്യൂബറും അനങ്ങാത്ത രീതിയിൽ പയ്യെ അങ്ങോട്ട് വെള്ളം ഒഴിച്ച് നിറച്ച്, എന്നിട്ട് മോൻ കൊണ്ടുവന്ന ബേസിനകത്തും 2 ട്യൂബർ സൈഡിലായിട്ട് നട്ട്. ഇതൊരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ആ രണ്ടാമത് നട്ട ബേസിനകത്ത് 2 എണ്ണം നട്ടെന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് 2ലും ഓരോ ഇല വീതം വന്നു. പക്ഷേ ആദ്യമേ നട്ട ട്യൂബർ ഇതുവരെയും ഒരു ഇലയും വന്നില്ല, അതുപോലെ തന്നെ ഇരിക്കുകയാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അതിൻ്റെ കൂടെ ഒരു പായൽ നട്ടായിരുന്നു കേട്ടോ. ഈ കുളത്തിലൊക്കെ ഉള്ള ഒരു ചെടിയില്ല, അത് നട്ടപ്പോൾ അത് നല്ല സൂപ്പറായിട്ട് കിളിച്ച് വന്നിട്ടുണ്ട്. പിന്നീട് ഒരാഴ്ചയും കൂടെ കഴിഞ്ഞപ്പോൾ ഉള്ളതാണ് ഇത്. ഇപ്പോൾ ഇതാണ് കേട്ടോ, കണ്ടോ, കുറേ ഇലയൊക്കെ വന്ന് 2 ട്യൂബർ നല്ലതുപോലെ കിളിച്ച് വന്നിട്ടുണ്ട്. പിന്നെ മറ്റേ ആദ്യമേ നട്ട ട്യൂബറില്ലേ, അത് ഒരു അനക്കോ ഇല്ല, എങ്കിലും കിളിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ താമരയൊക്കെ നല്ലല്ലോ കിളിച്ച്. പിന്നെ നേരത്തെ അന്ന് നമ്മൾ വെച്ചില്ലേ കുറേ കമ്പുകളൊക്കെ, റോസാക്കമ്പുകൾ. അപ്പോൾ അതേണ്ട നല്ല അടിപൊളി മഞ്ഞ കളറിൽ റോസ പിടിച്ച്, പിന്നെ ചുമപ്പ് പിടിച്ച്, പിന്നെ വെള്ള തന്നെ 2 ടൈപ്പ് വെള്ളയുണ്ട്, വലുതുമുണ്ട് ചെറുതുമുണ്ട്. അങ്ങനെ എല്ലാ റോസാക്കമ്പും പിടിച്ച്. ഒരു റോസാക്കമ്പ് ഉണങ്ങിയിട്ടുണ്ട്, എങ്കിലും ഒരു ഇലയും കൂടെ നിപ്പുണ്ട്, ഒരു പച്ച ഇലയും കൂടെ. ന്യൂസ് പേപ്പറൊക്കെ ഞാൻ കുറേ ഇട്ട് കൊടുത്ത്. ന്യൂസ് പേപ്പർ ഇട്ടാൽ കിളിക്കുമെന്നുണ്ട്. അങ്ങനെ ഞാൻ ന്യൂസ് പേപ്പർ ഇട്ട് കിളിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്നും പറയുന്നത് പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നാളെ കാണുന്നത് വരെ ദേ പോയി നാളെ വരാം.